സാറാണ് ഇവിടുത്തെ HM? അതെ. സാറിനൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ചിരിക്കാനല്ല പറഞ്ഞത്. സാറിനൊരു ഉത്തരവാദിത്വം ഉണ്ടോ? സാർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടോ? എന്താ കാര്യം? ഇന്നലെ എന്റെ ചെറുക്കനെ പ്രാങ്ക് ജയന്റെ മോന്തൊക്കെ ഇടിച്ച് പരത്തിയിട്ട് ഇവിടെ ഇട്ടു. സാറ് വല്ലതും അറിയുന്നുണ്ടോ സാറേ? താൻ പറയാതെ എങ്ങനെയാണോ അറിയുന്നത്? എനിക്ക് വിഷമമുണ്ട് സാറേ. ഞാൻ വളരെ കഷ്ടപ്പെട്ടവനെ ഇങ്ങോട്ട് വിടുന്നത്. എനിക്കിത് എന്റെ മനസ്സിലത് അവൻ ഇന്നലെ മൊത്തം കരയുമായിരുന്നു സാറേ. അവന്റെ മനസ്സ് എന്റെ കനലായിട്ട് കിടക്കും. അവന്റെ മനസ്സിലത് ആ കനൽ എനിക്ക് ഊതിക്കെടുത്തേ പറ്റും. ഇതിന് പരിഹാരം കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. താൻ പറയുന്നത് പോലെയല്ല. എല്ലാ രക്ഷകർത്താക്കളും കഷ്ടപ്പെട്ട് വളരെയേറെ പ്രതീക്ഷയിലാണ് ഈ സ്ഥാപനത്തിലേക്ക് വിടുന്നത്. എന്താ തൻ്റെ വിഷയം? പറയൂ. എനിക്കതൊന്നും പറയണ്ട. എനിക്ക് എന്റെ മോനെ ചെയ്തതിന് പകരമായിട്ട് എനിക്കിതിന് തീരുമാനം ഉണ്ടാക്കണം സാറേ. എനിക്ക് തീരുമാനം ഉണ്ടാക്കണം. താൻ നോക്ക്, ഇതാ അങ്ങോട്ട് നോക്ക്. അവിടെ എന്തുവാ? ആ കിടന്ന കുത്തിമറിയുന്ന കുട്ടിയല്ലേ തൻ്റെ മകൻ? അതെ, ആണു. That I could cough out my emotions. അവന് വല്ല വിഷയമുണ്ടോ? താൻ പറയുന്ന ആ കുട്ടിയുമായി നല്ല സ്നേഹത്തിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ശരിയാണല്ലോ സാറേ. താൻ ആദ്യം കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കണം. അവരുടെ മനസ്സിൽ വിദ്വേഷമില്ല, പകയില്ല, ഒന്നുമില്ല. പക്ഷേ മുതിർന്നവരായ നമ്മളാണ് അവരുടെ മനസ്സിലേക്ക് വിദ്വേഷവും പകയും കുത്തിവെക്കുന്നത്. അത് ഞാൻ അനുവദിക്കില്ല. ഇവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളുണ്ട്. അത് ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതുകൊണ്ട്. ഇതൊരു പൊതുവിദ്യാലയമാണ്. ശരിയാ സാറേ. എൻ്റെ മോൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയാതെ എന്തൊക്കെയോ മനസ്സിലാക്കി ചിന്തിച്ചു പോയി സാറേ. നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കുന്ന സാറേ നല്ലത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. അതായിരിക്കും അതിൻ്റെ ശരി. നമ്മുടെ രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ഇടപെടൽ മൂലം നമ്മുടെ കുട്ടികൾ ഒരിക്കലും നന്നാവുകയില്ല. ശരിയാ സാർ, ശരി. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ അവരെ നയിക്കുക. മനസ്സിലായി സാറേ, മനസ്സിലായി. ഞാൻ പോട്ടെ സാറേ. ഞാൻ ആ പണി ഒഴിവാക്കി വന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നും വേണ്ട, തനിക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. പോട്ടെ, പറ്റിപ്പോയി സാറേ. ഞാൻ പോട്ടെ. ഞാൻ ആ പണിയുടെ ഇടയ്ക്ക് വന്നാ. ശരി, കുട്ടികളെ കണ്ടു മനസ്സിലാക്കുക. വല്ലപ്പോഴും സ്കൂളിലേക്ക് പോവാം. എപ്പോഴും കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, പോട്ടെ സാറേ. അവർ കളിക്കട്ടെ. ആ ചെറുക്കൻ അല്ലെങ്കിൽ എന്റെ ചെറുക്കൻ അല്ലെങ്കിൽ ഇച്ചിരി കുഴപ്പമാണ് സാറേ. സാർ വേണേ രണ്ടു. അവനൊരു കുഴപ്പമില്ല. കണ്ടില്ലേ, അവൻ എന്ത് ചൊടിയുള്ള കുട്ടിയാണ്. അതൊന്നും ഇയാളെ ആകുലപ്പെടേണ്ട. കുട്ടികൾ അതിൻ്റെ തനിമയിൽ തന്നെ വളരും. ഓക്കെ, ശരി. കുട്ടികളുടെ മനസ്സ് നമ്മൾ അറിയണം. പിള്ള മനസ്സിൽ കള്ളമില്ല.